ഹലോ, ആരൊക്കെയാണ് ഇന്ന് കഥ കേൾക്കാൻ വന്നിരിക്കുന്നത്? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു ഭയങ്കരമായ ശക്തനായ ഒരു ബാലനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ. നമ്മൾ ദാവീദിൻ്റെ കഥ പണ്ട് കേട്ടിട്ടുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിച്ച കഥ നമുക്കറിയാം. അതേപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭയങ്കര ശക്തിയുള്ള ഒരു ബാലനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്നത് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനം എന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ദൈവത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളെ ഫെലിസ്ത്യർക്ക് കയ്യിൽ അടിമയായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ ഇവർ ഫെലിസ്ത്യരുടെ അടിമയായിട്ട് അവരുടെ ജീവിതം കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ മനോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാണ്? മനോഹ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഈ മനോഹയ്ക്ക് ഒരു ഭാര്യയുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് ആ കുടുംബത്തിലുള്ള, അവരുടെ ഫാമിലിയിൽ ആരൊക്കെയാണോ ഉള്ളത്? മനോഹയുണ്ടായിരുന്നു, മനോഹയുടെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മനോഹയ്ക്ക് ഇവർക്ക് രണ്ടു പേർക്കും കുട്ടികളുണ്ടായിരുന്നില്ല. അതായത് ഇവർ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഇവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ ഈ മനോഹയുടെ ഭാര്യയുടെ അടുത്ത് ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ആരാ വന്ന് പ്രത്യക്ഷപ്പെട്ടെ? ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ മനോഹയുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. എന്താണ് മനോഹയുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞതെന്നറിയാമോ? നീ പ്രസവിച്ചിട്ടില്ല, നിനക്ക് കുഞ്ഞുങ്ങളില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇതുവരെ നിനക്ക് കുട്ടികളില്ല, നീ ഗർഭം ധരിച്ചിട്ടില്ല, അതായത് പ്രഗ്നൻ്റ് ആയിട്ടില്ല. ഇനി അതല്ല, നീ പ്രഗ്നൻ്റ് ആവും, നിനക്കൊരു മകൻ ജനിക്കും എന്നുള്ളത് ഈ ദൂതൻ വന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. എന്താണ് ചെയ്യേണ്ടത്? നീ വീഞ്ഞു കുടിക്കരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്. അതേപോലെ തന്നെ ദൈവത്തിന് അശുദ്ധമായത് ഒന്നും നീ തിന്നരുത് എന്നുള്ളത് പറഞ്ഞു. അതായത് ഈ അശുദ്ധമായത് തിന്നരുതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നിയമങ്ങൾ കുറേ കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ മക്കൾക്ക് ദൈവം. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അന്നത്തെ കാലത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഉള്ള രീതിയിൽ ദൈവം അതിൽ അശുദ്ധമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഈ മനോഹയുടെ ഭാര്യ ചെയ്യരുത് എന്നാണ് ദൂതൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഞെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല ദൂതൻ ഇത്തരം കാര്യം മാത്രമല്ല പറഞ്ഞത്. ദൂതൻ പിന്നീട് ഒരു കാര്യം പറഞ്ഞു. ഈ ഉണ്ടാവുന്ന കുഞ്ഞിൻ്റെ തലയിൽ ക്ഷൗരം കത്തി വെക്കരുതെന്ന് പറഞ്ഞു. അതായത് ഈ ഉണ്ടാവുന്ന കുഞ്ഞിൻ്റെ തലയിൽ ക്ഷൗരക്കത്തി വെക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ തലമുടി ഒരിക്കലും വെട്ടരുത്, ക്ഷൗരം ചെയ്യരുത്, വെട്ടിക്കളയരുത്. കാരണം ആ കുഞ്ഞിൻ്റെ തലമുടിക്ക് ദൈവം എന്തോ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ മുടി ഓരോ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ മുടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി വെട്ടിക്കളയില്ലേ? ഇവിടെ ദൈവം ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു കാര്യം, അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ കുഞ്ഞിൻ്റെ തലയിലെ മുടി വെട്ടിക്കളയരുത് എന്നുള്ളത് പ്രത്യേകം ദൈവം ദൂതൻ വഴി ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇവൻ എന്നും ദൈവത്തിന് വേണ്ടിയുള്ള പുത്രനായിരിക്കും, മകനായിരിക്കും എന്നുള്ള നിലയിലും കൂടെ പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നും ദൈവത്തിന് നാസീറായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ദൈവത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു കുഞ്ഞ്, ഇസ്രായേൽ മക്കളെ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് രക്ഷിക്കാൻ ദൈവം കൊണ്ടുവന്ന ഒരു മകൻ എന്നുള്ള നിലയ്ക്കാണ് ദൂതൻ ഈ ഭാര്യയുടെ അടുത്ത് പറഞ്ഞത്. ഇവളിത് കേട്ടതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ മൊത്തം തൻ്റെ ഭർത്താവായ മനോഹയുടെ അടുത്ത് ഒന്ന് പറയുകയുണ്ടായി. അപ്പോൾ മനോഹ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ഉണ്ടായ സംഭവത്തിന് ഇത്തിരി കൂടെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് മനോഹ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത്. മനോഹ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ, നീ അയച്ച ദൂതൻ ഞങ്ങളുടെ അടുത്ത് വന്ന് വീണ്ടും കാര്യങ്ങൾ ഇത്തിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്നുള്ള നിലയിൽ മനോഹ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൂതൻ വീണ്ടും കടന്നു വന്ന് വീണ്ടും ഭാര്യയുടെ അടുത്ത് തന്നെയാണ് ദൂതൻ കടന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ പോയി മനോഹയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. മനോഹ ഓടിച്ചെന്ന് വയലിൽ ചെന്നു. അങ്ങനെ കാര്യങ്ങൾ ഈ ദൂതൻ വീണ്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനോഹയുടെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ദൂതൻ മനോഹയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ മനോഹയ്ക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മനോഹ ദൈവത്തോട് നന്ദി പറഞ്ഞു. അവിടെ മനോഹ ദൈവത്തിനൊരു യാഗം അർപ്പിച്ചു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുവരെ അവരുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല, ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് ദൈവം അവരെ അനുഗ്രഹിച്ച് അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു.
ഉണ്ടാവുന്ന കുഞ്ഞിന് വേണ്ടി അവരിതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ സന്തോഷത്തിൽ അവർ ദൈവത്തിനൊരു യാഗം അർപ്പിച്ചു. ആ യാഗം ദൈവം അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനോഹയുടെ ഭാര്യ പ്രഗ്നൻ്റായി, ഗർഭം ധരിച്ചു. അപ്പോൾ ഗർഭം ധരിച്ചു. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദൈവം പറഞ്ഞ രീതിയിൽ ഈ ഭാര്യ എല്ലാ കാര്യങ്ങളും ചെയ്തു. അവൾ വീഞ്ഞു കുടിച്ചില്ല, മദ്യപിച്ചില്ല, ദൈവത്തിന് ദോഷമാകുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം അവൾ കഴിച്ചില്ല. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് അവർ ശിംശോൻ എന്ന് പേരിട്ടു. ഒരു മകനുണ്ടാവുമെന്ന് പറഞ്ഞ രീതിയിൽ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് അവർ ശിംശോൻ എന്ന് പേരിട്ടു. സാംസൺ എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുക. ശിംശോൻ എന്നുള്ള കുഞ്ഞിനെ അവർക്ക് ഉണ്ടായി. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ കുഞ്ഞിൻ്റെ തലയിൽ ഒരിക്കലും ക്ഷൗരക്കത്തി വെക്കരുത്, ആ കുഞ്ഞിൻ്റെ തലമുടി ഒരിക്കലും വെട്ടരുത് എന്നുള്ള നിലയിൽ, അവൻ ദൈവത്തിന് വേണ്ടിയുള്ള കുഞ്ഞാണ് എന്നുള്ള നിലയിലും ദൂതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് തന്നെയാണ് ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ വളർത്തിയത്. അങ്ങനെ ദൈവം ഈ ബാലനെ അനുഗ്രഹിച്ചു. ഏത് ബാലനെ? ശിംശോനെ ദൈവം അനുഗ്രഹിച്ചു. ദൈവം ശിംശോനെ അനുഗ്രഹിച്ചു. അവൻ വളർന്നു, ഫെലിസ്ത്യ ദേശത്തൊക്കെ പോയി. അങ്ങനെ ഒരിക്കൽ ഈ ബാലനും അവൻ്റെ അമ്മയും അപ്പനും കൂടെ ഒരു സ്ഥലത്തോട്ട് പോവുകയായിരുന്നു. എവിടെ പോവുകയായിരുന്നു? തിമ്ന എന്ന് പറയുന്ന ഒരു സ്ഥലം വഴി ഇവർ പോവുകയായിരുന്നു. അങ്ങനെ ആ പോകുന്ന വഴിയിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. മക്കൾ മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്തിരിക്കൊലകൾ നമ്മൾ കടയിൽ മേടിക്കാൻ കിട്ടുന്ന പച്ച കളറിലും കറുത്ത കളറിലുള്ള മുന്തിരിക്കൊലകളില്ലേ, അങ്ങനെയുള്ള മുന്തിരിക്കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇവർ ഈ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാലസിംഹം, സിംഹം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്താണെന്നറിയാമോ? സിംഹം ഇവരെ പിടിക്കാൻ വേണ്ടി വന്നു. സിംഹം ഇവരെ പിടിക്കാൻ വേണ്ടി, അതായത് ഈ ശിംശോനെതിരായിട്ടാണ് സിംഹം വരുന്നത്. ശിംശോനെ നോക്കി ശിംശോനെ കടിച്ച് കീറി തിന്നാൻ വേണ്ടിയുള്ള ദേഷ്യത്തിൽ ഒരു സിംഹം ശിംശോൻ്റെ നേരെ അടുത്ത് വന്നു. അപ്പോൾ എവിടെയാണ് ശിംശോനുള്ള? ഒരു മുന്തിരിത്തോട്ടത്തിലാണോ ഉള്ളത്? അങ്ങനെയുള്ള ആ സമയത്ത് ശിംശോൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ദൈവത്തിൻ്റെ ശക്തി, ദൈവാത്മാവിൻ്റെ ശക്തി ശിംശോനിൽ വന്നിട്ട് ശിംശോൻ എന്ത് ചെയ്തു എന്നറിയാമോ? കടിച്ച് കീറി തിന്നാൻ വരുന്ന ഈ സിംഹത്തിനെ ശിംശോൻ്റെ കൈയും കൊണ്ട് കീറിക്കളഞ്ഞു. എന്നാ പറഞ്ഞേ? അത്ര ശക്തിയായിട്ട് ഓടി വരുന്ന, ശിംശോനെ പിടിക്കാൻ വേണ്ടി ഓടി വരുന്ന ആ സിംഹത്തിനെ ശിംശോൻ്റെ കൈ കൊണ്ട് കീറിക്കളഞ്ഞു. നമ്മൾ തുണിയൊക്കെ കീറുന്ന കണ്ടിട്ടുണ്ടോ? തുണിയുടെ രണ്ട് സൈഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമ്മളെ തുണികൾ കീറും ഇല്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര ശക്തിയായിട്ട് വന്ന ഒരു സിംഹത്തിനെ ഈ ശിംശോൻ രണ്ടായിട്ട് കീറിക്കളഞ്ഞു. അയ്യോ, അപ്പോൾ എന്നാ വലിയ ശക്തിയല്ലേ ദൈവം ശിംശോന് കൊടുത്തിരുന്നേ. ഇങ്ങനൊരു കാര്യം ശിംശോൻ ചെയ്തിട്ട് ശിംശോൻ ഇത് ശിംശോൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞില്ല. അവനത് പറയാണ്ട് മൂട്ടിവെച്ചു. അവരുടെ അടുത്ത് പോയി പറഞ്ഞില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്നുള്ളു. അങ്ങനെ ദൈവം കൊടുത്ത ശക്തി കൊണ്ട് ശിംശോൻ ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ശിംശോനെ വെച്ച് ദൈവം പിന്നീട് അനേക കാര്യങ്ങൾ ചെയ്തു. അത് എന്താണെന്നുള്ളത് ഇനി അടുത്ത ദിവസം കേൾക്കാം. അപ്പോൾ ശിംശോൻ്റെ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവം ഓരോ സമയത്തും ഓരോ ആളുകളെ ദൈവത്തിൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്തുപയോഗിക്കും. അപ്പോൾ അങ്ങനെ എടുത്തുപയോഗിക്കണമെങ്കിൽ നമ്മൾ ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിച്ചാലാണ് ദൈവം എടുത്തുപയോഗിക്കുകയുള്ളൂ. ദൈവനാമ മഹത്വത്തിനായിട്ട് മക്കളെയും നാളെ ദൈവം എടുത്തുപയോഗിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ദൈവം നമുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളും ദൈവവചനവും നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെയും ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മൾ എടുത്തുപയോഗിക്കും. കഥ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അങ്ങനെ എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ. അതുകൊണ്ട് ശുഭരാത്രി, നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങുക. ബായ്.